നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്ന ഡിസിഷൻ ട്രീ ക്ലാസിഫയർ ആണ്. എ ഡിസിഷൻ ട്രീ ഈസ് എ സൂപ്പർവൈസ്ഡ് മെഷീൻ ലേണിംഗ് അൽഗോരിതം used for classification and regression. It works by splitting the data into branches based on certain condition, eventually leading to a decision or label. ഇതാണ് ഒരു ഡിസിഷൻ ട്രീ ക്ലാസിഫയർ എന്ന് വെച്ചാൽ ഒരു സൂപ്പർവൈസ്ഡ് മെഷീൻ ലേണിംഗ് ആണ്, അൽഗോരിതമാണ്. ഇത് ട്രീ കൺസിസ്റ്റ് ഓഫ് എ റൂട്ട് നോഡ്. ഇത് ഫസ്റ്റ് ഫീച്ചർ യൂസ്ഡ് ഫോർ സ്പ്ലിറ്റിംഗ്. ഇതാണ് റൂട്ട് നോഡ് ഉണ്ടാവും. അവിടുന്ന് യെസ് ഓർ നോയിലാണ് വരിക. യെസ്, നോ. ദെൻ ഡിസിഷൻ നോഡ്. ഡിസിഷൻ നോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വരുന്നതാണ് ഡിസിഷൻ നോഡ്. അവിടുന്ന് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലീഫ് നോഡ്സ്. ഇത് ഫൈനൽ ആണ് ലീഫ് നോഡ്സ്. ഇത് ലീഫാണ്, ഇത് ലീഫാണ്. ഇത് ഡിസിഷനാണ്. ഇവിടുന്ന് ഇനിയും വരാൻ ഡിസിഷൻ, അതിന്ന് ലീഫ് നോഡിലേക്ക് വരും. ഇതാണ് ഇത് ചെയ്യുന്നത്. ഇങ്ങനെയാണ് ഡിസിഷൻ എടുക്കുന്നത്. ഇപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് ഇതിനൊരു എക്സാമ്പിളാണ്. എക്സാമ്പിൾ ഐറിഷ് ഫ്ലോ ക്ലാസിഫിക്കേഷൻ. 3 ക്ലാസ്സാണുള്ളത് ദ ഡാറ്റാ സെറ്റിന്. വി വിൽ യൂസ് ദ ഐറിഷ് ഡാറ്റാ സെറ്റ്. ഇറ്റ് ഹാസ് 3 ക്ലാസ്സസ്. സെറ്റോസ എന്ന് പറയുന്ന 3 ഫ്ലവേഴ്സാണ്. വെർസിക്കളർ, വെർജീനിക്ക. ഇതാണ് 3 എണ്ണം. ഈച്ച് ഫ്ലവർ ഹാസ് 4 ഫീച്ചേഴ്സ്: സെപ്പൽ ലെങ്ത്, സെപ്പൽ വിഡ്ത്ത്, പെറ്റൽ ലെങ്ത് ആൻഡ് പെറ്റൽ വിഡ്ത്ത്. ഇതനുസരിച്ചാണ് ഇതിനെ ക്ലാസിഫൈ ചെയ്യുക. ഇനി ഇതിൻ്റെ ഡിസിഷൻ ട്രീ ഫ്ലോ ചാർട്ട് എങ്ങനെയാണ് പോകുന്നത് നോക്കാം. ആദ്യം പെറ്റൽ ലെങ്ത് 2.45 താഴെയാണെങ്കിൽ എന്തായിരിക്കും? യെസ് ആണെങ്കിൽ സെറ്റോസി ആയിരിക്കും. നോ ആണെങ്കിൽ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ പെറ്റൽ വിഡ്ത്ത് 1.75 താഴെയാണെങ്കിൽ കണ്ടിന്യൂയും. നോ ആണെങ്കിൽ വെർജീനിക്ക ആയിരിക്കും ഫ്ലവർ. ഇനി കണ്ടിന്യൂ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ പെറ്റൽ ലെങ്ത് 4.95 താഴെയാണെങ്കിൽ കണ്ടിന്യൂ ചെയ്യും, അല്ലെങ്കിലോ വെർജീനിക്ക ആയിരിക്കും. ഇനി കണ്ടിന്യൂ ചെയ്താൽ പെറ്റൽ വിഡ്ത്ത് 1.65 താഴെയാണെങ്കിൽ വെർസിക്കളർ ആയിരിക്കും. നോ ആണെങ്കിലോ വെർജീനിക്ക ആയിരിക്കും. ഇങ്ങനെയാണ് ഇതിൻ്റെ ഫ്ലോ ചാർട്ട് പോകുന്നത്. ഫ്ലോ ചാർട്ടിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ റൺ ചെയ്യുവാണെങ്കിൽ, പ്രോഗ്രാം എഴുതി റൺ ചെയ്യുവാണെങ്കിൽ കിട്ടുന്ന ഫിഗറാണിത്. ഇതാണ് അതിൻ്റെ ഫിഗർ. ഇതാണ് റൂട്ട് നോഡിൽ പെറ്റൽ ലെങ്ത് 2.45 താഴെയാണെങ്കിൽ ഇതായിരിക്കും യെസ് ആണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ ഇത് നോ. കണ്ടോ? യെസും നോയും. ഇനി ഇതിൻ്റെ അകത്ത് ജിനി 0.664 ആണ് എന്ന് പറഞ്ഞാൽ എല്ലാ കളറും അതിൻ്റെ അകത്തുണ്ടെന്ന്, റൂട്ടിൽ എല്ലാ കളറും ഉണ്ടെന്ന്. ഇനി അടുത്തത് സാമ്പിൾസ് 105 ആണ്. ഇപ്പം വെർസിക്കളറും സെറ്റോസയും വെർജീനിക്കയും 3 ഉണ്ട്. അതിൽ സെറ്റോസ 31 സാമ്പിള്, വെർസിക്കളർ 37, ദെൻ വെർജീനിക്ക 37. ഇതാണ് ക്ലാസ്. വെർസിക്കളർ എന്ന് ഇവിടെ എഴുതാൻ കാരണം ഇതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതലുള്ളത്, ആദ്യത്തെ റൂട്ട് നോഡിൽ ഏറ്റവും കൂടുതലുള്ളത് ഇത് സെറ്റോസയുടെയാണ്, വെർസിക്കളറാണ്. ഇത് വെർജീനിക്ക, വെർസിക്കളറാണ്. ക്ലാസ് എന്ന് പറഞ്ഞാൽ വെർസിക്കളറാണ്. ഏറ്റവും കൂടുതലുള്ളത് ഏതാണോ അത് 31, 31, 37, 37 ആണ്. ഇത് നമ്മൾ ആദ്യത്തെ കണ്ടീഷൻ നോക്കുന്നത്. പെറ്റൽ ലെങ്ത് ലെസ്താൻ അവർക്ക് 2.45 ആണെങ്കിൽ, ലെസ്താനാണെങ്കിൽ ഇതിവിടെ ജിനി ഇൻഡെക്സ് നമ്പർ 0.664 ആണ്. ലെസ് ആണെങ്കിൽ അതെന്തായിരിക്കും? സെറ്റോസ ആയിരിക്കും. ഇതാണ് സെറ്റോസ. ഇതിൻ്റെ ജിനി 0 ആണ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് സെറ്റോസ മാത്രമേ ഉള്ളൂ. സാമ്പിള് 31, ഈ 31 സാമ്പിൾസ് ഇതിനകത്ത് വന്നു. വാല്യൂ
3100 ആണ് എന്ന് പറഞ്ഞാൽ സെറ്റോസ മാത്രമേ ഉള്ളൂ, ക്ലാസ് സെറ്റോസ. ഇനി നോ ആണെങ്കിൽ നമ്മൾ അടുത്ത കണ്ടീഷൻ നോക്കും, 4.75 താഴെയാണോ എന്ന് നോക്കും. ഏത് പെറ്റൽ ലെങ്ത് താഴെയാണ്. ഇവിടെ നമ്മൾ നോക്കിയത് 2.45 താഴെയാണെന്ന്. ഇനി താഴെ അല്ലെങ്കിൽ നോ ആണെങ്കിൽ 4.75 താഴെയാണോ നോക്കും, ലെസ് ആണോ നോക്കും. ഇവിടെ ജിനി 0.5 ആണ് എന്ന് പറഞ്ഞാൽ ഈ മിക്സിംഗ് ആണ്, മിക്സറുണ്ട്. 0 ആണെങ്കിൽ ഒരു കളർ മാത്രമേ ഉണ്ടാവുള്ളൂ, ഒരു ഫ്ലവർ മാത്രമേ ഉണ്ടാവുള്ളൂ. സാമ്പിൾ 74, ഇതാ രണ്ടും കൂടെ കൂടിയ സാമ്പിൾ 74. വാല്യൂ സെറ്റോസ 0, വെസിക്കളർ 37, വെർജിനിക്ക 37. ഈ ക്ലാസ് വെസിക്കളർ ഇടാൻ കാരണം ഇതിനകത്ത് ഏറ്റവും ഇതിനകത്ത് 37 രണ്ടും തുല്യമാണ്. അതുകൊണ്ടാണ് രണ്ടും തുല്യമാണെങ്കിൽ ആദ്യത്തെ ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ 37. ഇനി ലെസ് ആണെങ്കിൽ എന്തായിരിക്കും? ലെസ് ആണെങ്കിൽ അത് ഇതാ ഇത് എസ് ലെസ് ആണെങ്കിൽ അതിൻ്റെ അടുത്ത് നമ്മൾ പെറ്റൽ വിട്ട് നോക്കും 1.65. 1.65 ഇവിടെ ജിനി 0.059 ആണ്, മിക്സറാണ്. സാമ്പിൾ 33. ഇതിനകത്ത് വാല്യൂവിൽ വെസിക്കളർ 32 ഉണ്ട്, വെർജിനിക്ക 1 ഉണ്ട്. അപ്പോൾ ഇവിടെ 1.6 താഴെയാണെങ്കിൽ അതെന്തായിരിക്കും? അത് വെസിക്കളർ ആയിരിക്കും. കണ്ട ഇവിടെ ജിനി 0, സാമ്പിൾ 32, അത് 32ഉം വെസിക്കളറാണ്. വാല്യൂ 0, 32, 0 ഇങ്ങനെ കിട്ടി. ഇനി നോ ആണെങ്കിൽ റൈറ്റ് സൈഡിലേക്ക് പോകും. നോ, ഇതാണ് നോ. നോ ആണെങ്കിൽ റൈറ്റ് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ അത് അതിൻ്റെ ജിനി 0 ആണ്. 0 ആണെങ്കിൽ അതെന്തായിരിക്കും? ഈ 1-ലായിരിക്കും. അതിൻ്റെ സാമ്പിൾ 1, ഇതിനകത്ത് 1 ഉള്ളൂ. വാല്യൂ 001 ആണ്, ക്ലാസ് വെർജിനിക്കയാണ്. ഇനി ഇത് നോ ആണെങ്കിൽ ഇത് നമ്മൾ നോയും ഇത് ഇവിടെ യെസ് ആണെങ്കിലാണ് നോ, ഇത് സോറി ഇത് എസ് ആണ്. ഇതിൻ്റെ യെസ് ആണെങ്കിൽ ഇവിടെ വരും, നോ ആണെങ്കിൽ ഇവിടെ പോകും. ഇനി ഇതിൻ്റെ അകത്ത് നിന്ന് യെസ് ആണെങ്കിൽ ഇവിടെ വരും ലെഫ്റ്റ് സൈഡിൽ, നോ ആണെങ്കിൽ ഇവിടെ വരും. ഇനി ഇതിൻ്റെ ഈ നോ ആണെങ്കിൽ ഇവിടെ വരും, ഉണ്ടോ? ഇനി യെസ് ആണെങ്കിൽ ഇവിടെ നോ. ഇങ്ങനെ വന്ന് അവസാനം ഇതാണ് ഇതിൻ്റെ ലീഫ് നോട്ട്സ്. ലീഫ് നോട്ട്സ് ജിനി 0 ആയിരിക്കും. ഇതൊരു ലീഫ് നോട്ട്സ് ആണ്. ഇതിൻ്റെ അകത്ത് വെർജിനിക്ക 30 ഉണ്ട്. ഇതൊരു ലീഫ് നോഡാണ്. വെസിക്കളർ 1 ഉണ്ട്. ദെൻ ഇത് ജിനി 0 ആണ്. ഇതിനകത്ത് ക്ലാസ് വെർജിനിക്കയാണ്. ഇത് ജിനി 0 ആണ്, ലീഫാണ്. ഇത് ജിനി 0 ആണ്, വെസിക്കളറാണ്. ഇത് ജിനി 0 ആണ്, ഇത് ജിനി 0 ആണ്, ഇത് ജിനി 0 ആണ്, ഇത് ജിനി 0 ആണ്. ഇങ്ങനെയാണ് പോവുക. നമുക്ക് അതിൻ്റെ പ്രോഗ്രാമിലേക്ക് നോക്കാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് എല്ലാ കളറും ഉണ്ട്. ടോട്ടൽ കളർ എത്രയായിരിക്കും? ടോട്ടൽ ഇതാ ടോട്ടൽ എല്ലാം ഉണ്ട്. ഇതാണ്ട 105 സാമ്പിൾസ് ഉണ്ട്, 5 സാമ്പിൾസ് ഉണ്ട്. അത് സെറ്റോസ 31, വെസിക്കളർ 37, വെർജിനിക്ക 37. ഇതാണ് ആ ടോട്ടൽ 105 സാമ്പിളുണ്ട്. 105 ഓബ്ജക്റ്റ് ഫ്ലവേഴ്സ് ഉണ്ട് ആ സാമ്പിളിൽ. ഓക്കെ, ഇനി നമ്മൾ ഡിസിഷൻ ട്രീ ക്ലാസിഫയർ വിത്ത് വിഷ്വലൈസേഷൻ ഐറിസ് ഡാറ്റ സെറ്റ് അതാണ് ചെയ്യാൻ പോകുന്നത്. ആദ്യം നമ്മൾ ഇമ്പോർട്ട് matplotlib.pylot PLT എസ്കേലേഡ് ഡാറ്റ സെറ്റ് ഇമ്പോർട്ട് ലോഡ് ഐറിസ് അതാണ്. എന്ന് വെച്ചാൽ എസ്കേലേഡ് ഡാറ്റ സെറ്റിൻ്റെ അകത്ത് നിന്ന് ഐറിസ് ലോഡ് ഐറിസ് ഇമ്പോർട്ട് ചെയ്യണം. അടുത്തത് ഇതാണ് sklearn.tree ഡിസിഷൻ ക്ലാസിഫയർ പ്ലോട്ട് ട്രീ. അടുത്തത് ഇതാണ് sklearn മോഡൽ സെലക്ഷൻ ഇമ്പോർട്ട് ട്രെയിൻ സെറ്റ് സ്പ്ലിറ്റ്. അടുത്തത് ഇതാണ് ഫ്രം sklearn.metrics ഇമ്പോർട്ട് ആക്യുറസി സ്കോർ.
അത് കഴിഞ്ഞ് നമ്മൾ ലോഡ് ദ ഐറിസ് ഡാറ്റ സെറ്റ്. ഐറിസ് ലോഡ് ഐറിസ് എന്ന് പറയുന്നത് ലോഡ് ഐറിസ് ആണ്. എക്സ് ഐറിസ് ഡോട്ട് ഡാറ്റ ഫീച്ചേഴ്സ് ആണ്. വൈ ഐറിസ് ഡോട്ട് ടാർജറ്റ് ലേബൽസ് ആണ്. ഫീച്ചേഴ്സും ലേബൽസും അതെന്താണ് ഫീച്ചേഴ്സും ലേബൽസും നമുക്കറിയാം. ഇതാണ് ഫീച്ചേഴ്സ്, 4 ഫീച്ചേഴ്സ്. സെപ്പൽ ലെങ്ത്, സെപ്പൽ വിഡ്ത്ത്, പെറ്റൽ ലെങ്ത്, പെറ്റൽ വിഡ്ത്ത് ഫീച്ചേഴ്സ്. ടാർജറ്റ് എന്ന് പറഞ്ഞാൽ സെറ്റോസ, വെസിക്കുലർ, വെർജീനിക്ക, അതാണ് ടാർജറ്റുകൾ. ദെൻ സ്പ്ലിറ്റ് ഇൻടു ട്രെയിനിങ് സെറ്റ്, ട്രെയിനിങ് ആൻഡ് ടെസ്റ്റിംഗ് സെറ്റ്. ഇതാണ് നമ്മൾ ആദ്യത്തെ ഇതുണ്ട. എക്സ് ട്രെയിൻ, എക്സ് ടെസ്റ്റ്, വൈ ട്രെയിൻ, വൈ ടെസ്റ്റ്. ട്രെയിൻ ടെസ്റ്റ് സ്പ്ലിറ്റ് എക്സ് വൈ ടെസ്റ്റ് സൈസ് 30 ആണ്, 0.3. ഇനി 30% ടെസ്റ്റും 70% ട്രെയിനിങ്ങുമാണ്, സെറ്റുമാണ്. റാൻഡം സ്റ്റേറ്റ് 42 എല്ലാ സമയത്തും ഒരേപോലെ തന്നെ ചെയ്യണം, അതാണത്. ദെൻ ക്രിയേറ്റ് ആൻഡ് ട്രെയിൻ ഡിസിഷൻ ട്രീ ക്ലാസിഫയർ. CLF ക്ലാസിഫയർ ആണ് അത്. ഡിസിഷൻ ട്രീ ക്ലാസിഫയർ ക്രൈറ്റീരിയ ജിനി ഇൻഡെക്സ് വെച്ചാണ് ഇവിടെ ക്രൈറ്റീരിയ. ജിനി ഇൻഡെക്സ് 0 ആവുമ്പോൾ അത് ലീഫ് നോഡിലേക്ക് വന്നു. ജിനി ഇൻഡെക്സ് കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ കളേഴ്സ് കോമ്പിനേഷൻ ഉണ്ടെന്നാണ്. റാൻഡം സ്റ്റേറ്റ് 42 തന്നെ അത് വന്നു. നെക്സ്റ്റ് പ്രൊഡിക്ഷൻസ് ആൻഡ് ആക്യുറസിയാണ്. വൈപ്രെഡ് CLF ഡോട്ട് പ്രഡിക്റ്റ് എക്സ് ടെസ്റ്റ്. പ്രിന്റ് മോഡൽ ആക്യുറസി, റൗണ്ട് ആക്യുറസി സ്കോർ, വൈ ടെസ്റ്റ് വൈപ്രെഡ് ഇൻറ്റു പെർസെൻറ്റേജിലേക്ക് മാറ്റണം. 2 എന്ന് പറഞ്ഞാൽ അതിനെ 2 ആക്യുറസി 2 ഡെസിമലിനെ കറക്റ്റ് ചെയ്ത് പെർസെൻറ്റേജിൽ എഴുതണം, അതാണ് അവിടെ പറയുന്നത്. നെക്സ്റ്റ് ഡ്രോ ഡിസിഷൻ ട്രീ. PLT ഡോട്ട് ഫിഗർ സൈസ് 12:8 ചെയ്യേണ്ടത്. പ്ലോട്ട് ട്രീ. ഫീച്ചർ നെയിം ഐറിസ് ഡോട്ട് ഫീച്ചർ നെയിം. ക്ലാസ് നെയിം ഐറിസ് ഡോട്ട് ടാർഗറ്റ് നെയിംസ്. ഫിൽഡ് ട്രൂ, റൗണ്ടഡ് ട്രൂ, ഫോണ്ട് സൈസ് 10. PLT ഡോട്ട് ഷോ. ഇത്രയും ചെയ്ത് കഴിഞ്ഞ് നമ്മൾ റൺ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്, റൺ ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെയാണ് കിട്ടുന്നത്? ആടെ ആക്യുറസി ഉണ്ടാകും. ആക്യുറസി 100 ആയിരിക്കും. ദെൻ ഇതാണ് അതിൻ്റെ ഫിഗർ വരിക. ഇതിൻ്റെ അകത്ത് ടോട്ടൽ 105 സാമ്പിൾസ് ഉണ്ട്. അതിനെ നമ്മൾ എന്ത് ചെയ്യും? ക്ലാസിഫൈ ചെയ്യും. ക്ലാസിഫൈ ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ആക്യുറസി 100 ആയിരിക്കും. ഇതാണ് അതിൻ്റെ ഫിഗർ. ഓക്കെ.